Good evening, everyone. എല്ലാവർക്കും സായന്ന വന്ദനം. It's again a delight to stand before you with the word of God. ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ വളരെയധികം സന്തോഷിക്കുന്നു. It had been a quite hectic day for all of us, I suppose. ഇന്നത്തെ ദിവസം എല്ലാവർക്കും കഠിനമായ ഒരു ദിവസമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. Quite hot. വളരെ ചൂടുണ്ട്. But again, it's a privilege for us to be a children of God. എന്നാൽ നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ മക്കളെന്ന അവസ്ഥയിലായിരിക്കുന്നത് ഒരു പദവി തന്നെയാണ്. And come together as a church to study His word. മാത്രമല്ല വചനം പഠിക്കാനായിട്ട് സഭയായിട്ട് കൂടി വരാൻ കഴിയുന്നതും. We have been having a series of studies on Romans. നമുക്ക് റോമ പുസ്തകത്തിൽ നിന്ന് ഒരു പഠന പരമ്പര തന്നെ ലഭിച്ചു കഴിഞ്ഞു. And it was quite deep, and we have dived deep to understand and dig so many truths from the book of Romans through Thomas Abraham uncle. അത് വളരെ ആഴമായ ഒരു പഠനമായിരുന്നു. നമുക്ക് ആഴത്തിൽ പോയി പല കാര്യങ്ങളും പഠിക്കാനായിട്ട് ഇടയാക്കി. തോമസ് അബ്രഹാം അങ്കിൾ ആണല്ലോ ആ ക്ലാസ്സുകൾ എടുത്തത്. I don't want to go into that deep as I cannot. എനിക്ക് അതുപോലെ ആഴത്തിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല, എനിക്ക് അതിനുള്ള കഴിവുമില്ല. I want to take a little lighter subject, and we would like to ponder upon it quite profoundly. ലളിതമായ ഒരു വിഷയമെടുത്ത് അതിനെക്കുറിച്ച് കഴിയുന്നത്ര വിശാലമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Again, it would be from the book of Romans 8 and verse 28. ഞാനും എടുത്തിരിക്കുന്ന ഭാഗം റോമാലേഖനത്തിൽ നിന്ന് തന്നെയാണ്. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. This is one of a verse which drives my life. ഇത് സഹോദരന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ്. And this is a word which always challenges me whenever I am in my highs, whenever I am on my lows. എന്റെ ജീവിതത്തിന്റെ ഉയർന്ന അവസ്ഥകളിലും താഴ്ന്ന അവസ്ഥകളിലുമൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഭാഗമായിട്ട് ഇതിരിക്കുന്നു. But this is one of a verse which has been again criticized on various occasions as far as my life is concerned. എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരു ഭാഗമായിട്ടും ഇതിരിക്കുന്നു. Others quite often challenge me as far as my integrity is concerned regarding this verse. ഈ വാക്യത്തെ സംബന്ധിച്ച് എന്റെ സത്യസന്ധതയെക്കുറിച്ചും മറ്റു പലരും ചോദ്യം ചെയ്യാറുണ്ട്. A couple of days back, 2 days back also, I was challenged by someone on this as far as my integrity was concerned. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ എന്റെ സത്യസന്ധതയെ സംബന്ധിച്ച് 2 ദിവസം മുമ്പ് ഒരാള് വെല്ലുവിളി ഉയർത്തിയിരുന്നു. So I want to drive deep in this verse, and I want to make this as one of a series of studies which I have been doing from past couple of decades, I can say, on this verse. ഒരു പക്ഷേ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായിട്ട് ഞാൻ പഠിച്ചു വരുന്ന ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി ഒരു ഏതാനും ക്ലാസ്സുകൾ എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. This is a wonderful study, and this really makes me exciting each time I go through my notes and go through my study. ഈ പഠനത്തിലൂടെയും ഇതിനു വേണ്ടി തയ്യാറാക്കിയ നോട്ടിലൂടെയും കടന്നു പോകുമ്പോൾ എന്നെ പലപ്പോഴും ആവേശഭരിതനാക്കുന്ന ഒരു വാക്യമായിട്ട് ഇതിരിക്കുന്നു. And my understanding on this verse is something which I want to bring before you. ഈ വാക്യത്തെ സംബന്ധിച്ച എന്റെ അറിവ്, എന്റെ പരിജ്ഞാനം എങ്ങനെയാണ് എന്ന് നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. So we'll read verse 28, Romans 8:28. നമുക്ക് റോമാലേഖനം 8-ന്റെ 28-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. This is a quite familiar scripture for all of us. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമായിട്ട് ഇതിരിക്കുന്നു. So when this is familiar, there is all the chances for taking the familiarity as light as possible. വളരെ പരിചിതമായ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ഈ ഭാഗവും നമ്മുടെ കൂടുതൽ പരിചയമുള്ളത് ഇതിനെ വളരെ ലാഘവത്തോടുകൂടി എടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. So I want to set some parameters very clear. ചില അളവുകോലുകൾ കൃത്യമായിട്ട് ഞാൻ മുന്നമേ പറയട്ടെ. And today we will do those terminology study, and then we will dive into it more deeply in the coming weeks. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ
ചർച്ച ചെയ്തിട്ട് വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു പോകാം എന്ന് വിചാരിക്കുന്നു. So I want to take one phrase from here which says works together for good. ഇവിടുന്ന് ഒരു പ്രത്യേക ഒരു വാചകം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്നത്. The word good is something which confuses most of us quite often. ഈ ഒരു ഭാഗം പലപ്പോഴും പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. No, word good. നല്ലത് എന്നുള്ള പദം പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. What is good? എന്താണ് നല്ലതെന്ന് പറഞ്ഞാൽ? Because this is the same terminology, to be more specific, this is the same phrase which quite often has been referred by the pantheistic worldviews. ഇതേ വാക്ക് തന്നെ പലപ്പോഴും ഈ പാന്തീസത്തിലൊക്കെ വിശ്വസിക്കുന്ന, പ്രപഞ്ചവും നമ്മളും ദൈവവും ഒക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടര് ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടിരിക്കുന്നു. All things will work for good. All things will work for good. എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു. They also believe, everything is God, and everything God dwells in everything, and all things will work together for good. അവരും വിശ്വസിക്കുന്ന എല്ലാം ദൈവമാണ്, എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു തന്നെയാണ്. So what is the difference between them and us? അവരും നമ്മളുമായിട്ടുള്ള വ്യത്യാസം അപ്പോൾ എന്താണ്? Is there any difference between their thinking and our thinking? അവരുടെ ചിന്തയും നമ്മുടെ ചിന്തയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? What do you think? എന്താണ്? This is a Bible study, so I can have the freedom to ask you all the questions. ഇത് ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. What do you think? What is the difference between their thinking and our thinking? അവരുടെ ചിന്തയും നമ്മുടെ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Is that their thinking wrong? അവർ ചിന്തിക്കുന്നത് തെറ്റാണോ? Or our thinking is wrong? അതോ നമ്മുടെ ചിന്തയാണോ തെറ്റ്? We cannot be wrong, it cannot be wrong, we cannot be wrong because it is written in the Bible. നമുക്ക് തെറ്റാൻ കഴിയുകയില്ല, കാരണം അത് അതുപോലെ തന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. So one term which makes the entire difference. ഒരു പദമാണ് അവരും നമ്മളും തമ്മിൽ ആകപ്പാടെ വ്യത്യാസം ഉണ്ടാക്കുന്നത്. And that is what today I want to bring before you. അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. Good. നന്മ, നല്ലത്. What is good? എന്താണ് നല്ലതെന്ന് പറഞ്ഞാൽ? Okay, let me ask you all. What would be good in your life? നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് എന്തായിരിക്കും? Good health, right? ആരോഗ്യം, lot of money, ധാരാളം പണം. yeah. എന്താണ് നല്ലത്? Faber will say April 5th and 12th going to be good for her. ചെല്ലു പറയുന്ന ഏപ്രിൽ 5th and 12th. 5ഉം 12ഉം നല്ലതാണെന്ന് പറയുന്നു. Samuel will say, Samuel and Kessia, they are waiting for the new member. They will say coming weeks are going to be good. സാമുവേലും കെസിയൊക്കെ അടുത്ത ആഴ്ചകൾ നല്ലതാണെന്ന് പറയുമായിരിക്കും. What is good? എന്താണ് നല്ലത്? Ice cream is good. ഐസ്ക്രീം നല്ലതാണ്. For me, chicken is good. എന്നെ സംബന്ധിച്ചാണ് ചിക്കൻ വളരെ നല്ലതാണ്. There is no life without chicken. ചിക്കൻ ഇല്ലാതെ ജീവിതമില്ല. What is good? Tell me. എന്താണ് നല്ലത്? പറഞ്ഞാട്ടെ. ശമൂവേൽ തന്നെ പറയട്ടല്ലേ? Come on, everyone, I want your response, please. നിങ്ങളുടെ പ്രതികരണം ആവശ്യമുണ്ട്. എല്ലാവരും പ്രതികരിക്കുക. What is good? എന്താണ് നല്ലത്? All things will work together for good. What is good? എല്ലാം നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു എന്ന് പറയുന്ന ആ നന്മ, നല്ലത് എന്ന് പറയുന്നത് എന്താണ്? Vishwasam. Okay. Vishwasam, faith. Okay. Okay. മറ്റുത്തരങ്ങൾ വല്ലതും ഉണ്ടോ? Good. Wonderful. Transforming into his likeness. Okay. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. Okay. Yes. നമ്മിൽ ആഗ്രഹിക്കുന്ന സർവ്വതും. Okay, that can also be taken. What all God desires in us. Yes, that can be. Yes. ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന സകലതും. Okay. What else?
Huh? I didn't hear. Suffering. Okay. Suffering is good. കഷ്ടത. Suffering is good, is it? Is that suffering? Eh? യെസ്. I mean, I will not like that answer, yaar. ആ ഉത്തരം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. Because I know my pain of blindness. കാഴ്ച നഷ്ടപ്പെട്ടതിനുള്ള വേദന എനിക്കറിയാം. So suffering is not good at all. സഫറിങ് നല്ലതേ അല്ല. Anyway, his answer is also okay. What else? ഉത്തരം ശരി തന്നെയാണ്. പിന്നെന്താ ഉള്ളേ? I mean, we are sitting in the Bible study. That is why all the spiritual answers coming, is it? നമ്മൾ വേൾഡ് സ്റ്റഡിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എല്ലാ ആത്മീയ ഉത്തരങ്ങളും വരുന്നെന്ന് വിചാരിക്കുന്നു. Okay, knowledge, okay, good. Okay. The knowledge that whatever that comes from God is good. ദൈവത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. Okay, that is okay. Self realization of knowing God. അല്ലേ? ദൈവത്തെ അറിയുന്നതായ ആ സ്വയമുള്ള അവബോധം. Yeah. I mean, for you all, I do not know about you all. For me, career is also good. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് തൊഴിൽ നല്ലതാണ്. Money is also good in some extent. പണം നല്ലതാണ്. Health, very important. ആരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. Don't you think that? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലേ? It's good. നല്ലത് തന്നെയാ. Education, വിദ്യാഭ്യാസം good. നല്ലതാ. God wants us to be educated. God wants us to be knowledgeable. നമ്മൾക്ക് വിദ്യാഭ്യാസവും അറിവും ഒക്കെ വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Without money, I mean, I always say, next to oxygen we need is money. Pardon? Next to oxygen we need is money. I always say, make fun. Okay. അടുത്തതായിട്ട് വേണ്ടത് പണമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞ് തമാശ പറയാറുണ്ട്. Next to oxygen. ഓക്സിജൻ കഴിഞ്ഞാൽ. So the thing is, we need all these basic necessities to dwell in this world. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. And that all things God wants us to have. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. See, God, when He blesses the people, whenever you read, whenever He blessed people, how did He bless people? ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യരെ അനുഗ്രഹിക്കുന്നത്? How did God bless Solomon? ശലോമോനെ ദൈവം അനുഗ്രഹിച്ച എങ്ങനെയാ? Knowledge, okay. What else? Wealth, yes. സമ്പത്ത്. God blessed Abraham. How did God bless Abraham? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച എങ്ങനെയാ? Of course, faith was one side. Of course, that is there. But along with that, did He not give him the worldly blessings? അവന് ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ നൽകിയെന്നുള്ള ശരിയാണ്. അവന് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? Yes, He did. ദൈവം തീർച്ചയായിട്ടും അവയൊക്കെ നൽകി. All those are important. അതെല്ലാം പ്രധാനപ്പെട്ടവ തന്നെയാണ്. And this is what makes the difference between our thinking and the thinking of the people who believe in pantheism. നമ്മളും പ്രപഞ്ചവും ദൈവവും ഒന്നാണെന്ന് വിശ്വസിക്കുന്നവരായ പാൻതീയിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം അതിലാണ്. See, they believe that everything has God, everything is God, and at the end of the day they will try to suppress their desire and aim for something, leaving all their desire away. Asceticism, they call it as asceticism. അവര് വിശ്വസിക്കുന്നത് ദൈവമാണ്, എല്ലാം ദൈവവുമാണ്, എല്ലാ ആഗ്രഹങ്ങളെയും നിഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് ഏറ്റവും അത്യുന്നതമായ അവസ്ഥ. അതിന് സന്യാസം എന്നാണ് അവർ പറയുന്നത്. The thing is, we should understand God is not confining us separate, that you be different in this world, away from living a life succumbing all your desire in one particular place. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിഗ്രഹിച്ച ഈ ലോകത്തിൽ നിന്നെല്ലാം അകന്ന് ഒരു ജീവിതം നയിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. Are you able to follow me? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? We have been learning a song in our Sunday school these days, Anjadaland, right?
ഈ ദിവസങ്ങളിൽ നമ്മൾ സൺഡേ സ്കൂളിൽ 5 താലന്ത് എന്ന് പാടുന്ന എന്നുള്ള പദപ്രയോഗം വരുന്ന ഒരു പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. It is a song of a parable. അത് ഉപമകളെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. Lord wanted us to have the talent to be used for him. നമുക്ക് താലന്ത് ഉണ്ടായിരിക്കുകയും അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. It can be in the form of money, it can be form of knowledge or XYZ, whatever. അത് പണമോ അല്ലെങ്കിൽ അറിവോ അങ്ങനെയുള്ള എന്തും തന്നെ ആകാം. It can be your skill. അത് നമ്മുടെ കഴിവുകളാകാം. So be available, be fruitful for the Lord in whatever capacity he blesses you. ദൈവം നമ്മളെ ഏതൊക്കെ രീതിയിൽ അനുഗ്രഹിക്കുന്ന ആ രീതികളിലൊക്കെ തന്നെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുക. So one thing I want to make it very clear is there are two statements I want to make it very clear. രണ്ട് പ്രസ്താവനകൾ വളരെ വ്യക്തമായി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. That God, the goodness involves all the blessings, including the material blessings what you have. അനുഗ്രഹം എന്ന് പറയുന്നതില് നമുക്കുള്ള ഭൗതിക അനുഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവ പെടുന്നുണ്ട്. And along with that also definitely there are spiritual blessings. അതിന്റെ കൂടെ തന്നെ ആത്മീയ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. Knowledge of God, attaining likeness into our master, all these things are part of our blessings, part of our good good things which comes on our way as a believer. നമ്മളൊരു വിശ്വാസി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാതയിൽ വന്നു ചേരുന്ന നന്മകളാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവും യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ. Second, രണ്ടാമത് statement which I want to use here is, when does this word, this phrase come to work in our life as a believer? എപ്പോഴാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്ന പദപ്രയോഗം നമ്മുടെ ജീവിതത്തിലെ പ്രയോഗവൽക്കരിക്കപ്പെടുന്നത്? All things will work together for good. When will that happen? എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടിയാഭരിക്കുമെന്നുള്ള ആ പ്രയോഗങ്ങള് എപ്പോഴാണ് സാക്ഷാത്കരിക്കുന്നത്? Most of the time in the life of a believer, we will always use this statement when we are full of our blessings. നമ്മള് അനുഗ്രഹങ്ങളുടെ നടുക്കായിരിക്കുമ്പോൾ നമ്മളൊക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പ്രശംസിക്കാറുണ്ട്. It's okay, it's good. അത് നല്ലത് തന്നെയാണ്, ശരി തന്നെയാണ്. We all believe that. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. But what in that situation when you are in the rock bottom of your crisis? നമ്മുടെ പ്രശ്നത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിലായിരിക്കുമ്പോഴെന്താണ് അതിനെ കുറിച്ച് പറയാൻ കഴിയുന്നത്? Does this statement work there? ഈ പറഞ്ഞ പ്രസ്താവന അവിടെയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. Does this statement gets into our heart to motivate us and depend on us the Lord? ഈ ഒരു പ്രസ്താവന നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മളെ പ്രേരിതരാക്കാൻ സഹായിക്കുമോ? Okay, I'll give you an example. ഞാൻ ഒരു ഉദാഹരണം പറയാം. Genesis chapter 22. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം and verse 14. അതിന്റെ 14-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 14. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. Okay, Jehovah Jireh. Why? യഹോവ ഇരേ എന്തുകൊണ്ട്? Because God is a provider. കാരണം ദൈവം നൽകുന്നവനാണ്, കരുതുന്നവനാണ്. Okay, ആണോ? Sure. അല്ലേ? He kept the name of that place Jehovah Jireh. ആ പ്രദേശത്തിന് യഹോവ ഇരേ എന്നുള്ള പേര് അബ്രഹാം കൊടുത്തു. When will God provide? എപ്പോഴാണ് ദൈവം നൽകുന്നത്? When I am in the abundance. എനിക്ക് ധാരാളിത്തം ഉള്ളപ്പോഴാണോ? When I am in full of my prosperity, God will keep providing me. എന്റെ സാമ്പത്തിക ഐശ്വര്യങ്ങളെല്ലാം ഉള്ളതിന്റെ നടുക്കാണോ? Or when I am totally bankrupt, I have nothing else to move or depend upon. അതോ ഞാൻ ഏറ്റവും സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ? When will God provide? എപ്പോഴാണ് ദൈവം നൽകുന്നത്? See, our thinking is always, it balances things very easily, particularly we as a brother and people. നമ്മള് ബ്രദറുകാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതെല്ലാം വളരെ സമതുലിതമായിട്ട് ചിന്തിക്കുന്നവരാണ്. But when we face crisis, we struggle. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. Okay, who gives the sleep, by the way? ആരാണ് ഉറക്കം തരുന്നത്? Who gives us the sleep? My metabolism working in the body
for 12 hours or 14 hours, and then I get tired, and then I automatically gets into the mode of frozenness. Is that? എൻ്റെ ശരീര പ്രക്രിയകളൊക്കെ 10-14 മണിക്കൂറുകൾ തുടർച്ചയായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഞാൻ ക്ഷീണിക്കുന്നു, അപ്പോൾ എനിക്ക് താനേ ഉറക്കം വരുന്നു, അങ്ങനെയാണോ? 127. Let's read Psalms 127 verse 2. നമുക്ക് സങ്കീർത്തനം 127 രണ്ടാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനം 127 രണ്ടാമത്തെ വാക്യം: നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ചു കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. Who gives the sleep? ആരാണ് ഉറക്കം കൊടുക്കുന്നത്? I wake up in the morning, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, and then I sing a worship song. God, thank you so much for allowing me to have a peaceful night and a good night rest. അതിനുശേഷം ഞാൻ ഒരു ആരാധനാ ഗാനം ആലപിക്കുന്നു. കർത്താവേ, എനിക്കൊരു നല്ല രാത്രി ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. Wonderful. വളരെ നല്ലത്. But what if you were sitting on the rocking chair holding a baby who is sick throughout the night? എന്നാൽ നമ്മൾ ഒരു ആട്ടക്കസറയില് സുഖമില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് രാത്രി മുഴുവൻ ഇരുന്നാൽ അതിനെക്കുറിച്ച് എന്ത് പറയാൻ കഴിയും? What would be your prayer? What would be your attitude for your sleep at that moment as far as the dependency on the Lord is concerned? ആ സമയത്ത് ദൈവത്തിലുള്ള ആശ്രയത്വത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ആ നഷ്ടപ്പെട്ട ഉറക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? Or for that matter, just ask people, those who want to sleep but are in extreme or excruciating pain throughout night. അല്ലെങ്കിൽ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടും വളരെ കഠിനമായ വേദന ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ കഴിയാത്തവരെ കുറിച്ച് ചിന്തിക്കുക. Will they able to see, yes, God is my sleep provider? അവർക്ക് ദൈവത്തോട്, ദൈവമേ നീയാണ് എനിക്ക് ഉറക്കം നൽകുന്നവൻ എന്ന് പറയാൻ കഴിയുമോ? Can we be in such situation? Can we also say that? നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ നമുക്ക് പറയാനായിട്ട് കഴിയുമോ? Can we enjoy at the moment beholding or understanding the beauty of the Lord while we are on our bed? നമ്മൾ കിടക്കയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മനോഹാരിത കണ്ടുകൊണ്ട് ഇരിപ്പാൻ നമുക്ക് കഴിയുമോ? You know, beloved, these are the questions which word of God challenges each one of us. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വെല്ലുവിളിക്കുന്നത്. So all things work together, not only in the moment of abundance or prosperity, but also in the most extreme crisis. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാവരിച്ച് നമുക്ക് നന്മ കൊണ്ടുവരുന്നത് നമ്മുടെ സന്തോഷവേളകളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ദുഃഖകരമായ വേളകളിലും കൂടെയാണ്. In the extreme moments also, all things will work together. അങ്ങേയറ്റം കഠിനമായ സാഹചര്യങ്ങളിൽ പോലും ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കും. Our Lord is Jehovah Jireh when we are in abundance and when we are having nothing. നമ്മുടെ ദൈവം യഹോവ ഇരയാണ്, നമുക്ക് എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും. Our God can provide us sleep when we are in our healthiest of health and when we are in our weakest of our health. നമ്മുടെ ആരോഗ്യത്തിന്റെ മൂർധന്യത്തിലായിരിക്കുമ്പോഴും ആരോഗ്യം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലും ദൈവത്തിന് ഉറക്കം നൽകാൻ കഴിയും. He can do it. അവന് ചെയ്യാൻ പറ്റും. The only thing is our dependency on him has to be intact. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളുടെ അവനിലുള്ള ആശ്രയം അത് അതുപോലെ തന്നെ ഉണ്ടാകണം. You know, I get fascinated reading Psalms. സങ്കീർത്തനം വായിക്കും എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. David says on many occasions he has been writing, Lord, whole night I was tearing, I was crying to know you. Oh God, I have been bringing my supplication before you throughout night, so on and so forth. സങ്കീർത്തനങ്ങളിൽ ദാവീദ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു, നിന്നെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഞാൻ എൻ്റെ അഭയാചനകളൊക്കെ രാത്രി മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ. So these are the challenges when we read the psalm where we do not have sleep. There is a reason, that is know God and depend on the Lord and understand him more and more.
നമ്മൾ ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടിയുമാണ്. So the phrase good has two very specific statement which I wanted to bring before you. നന്മയെക്കുറിച്ച് രണ്ട് പ്രത്യേക തരത്തിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Now two statement which I wanted to bring before you. നന്മ എന്നുള്ളതിനെ കുറിച്ച് രണ്ട് പ്രസ്താവനകൾ നടത്തണമെന്ന് ഞാൻ So ആഗ്രഹിക്കുന്നു. all things work together for good, not only in the weak moment but also in the strong moments. ഒന്നാമത്തേത് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടി ആവരിക്കുന്നത് നമ്മൾ ശക്തമായിരിക്കുന്ന നിലകളിൽ മാത്രമല്ല, നമ്മൾ ശക്തിഹീനരായിരിക്കുന്ന ആ സമയങ്ങളിലും കൂടെയാണ്. And also what all things work together for good for whom? മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം കൂടി ആവരിച്ച് നന്മ ലഭിക്കുന്ന ആർക്കാണ്? Whom? ആർക്കാണ്? Those who love him. ദൈവത്തെ It's സ്നേഹിക്കുന്നവർക്ക്. not for all the mankind in the world. ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒരു It കാര്യമല്ല. is not generic. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമായിരിക്കുന്നില്ല. But it's a specific thing. ഇത് വ്യക്തിഗതമായിട്ട് ഓരോരുത്തർക്കും ഉള്ള കാര്യമാണ്. This is only for people those who love him. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രം ലഭ്യമായ ഒരു And they കാര്യം. have a very different connotation as far as this word good is concerned, and that we are going to look in few moments. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നല്ലത് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക അർത്ഥം തന്നെയുണ്ട്. So that is what we are going to look. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് തന്നെയാണ്. So there are three observations which I want to bring before you. നിങ്ങളുടെ മുന്നിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. Work together does not merely means material blessings. കൂടി ആവരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രമല്ല. We initially saw that it is also a material blessings. ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നതിനുള്ളിൽ ഭൗതികമായ അനുഗ്രഹങ്ങളും വരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. But it is not merely the material blessing. എന്നാൽ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രമല്ല അനുഗ്രഹങ്ങൾ. Because you may have suffering. കാരണം നമുക്ക് പലപ്പോഴും കഷ്ടതകളുണ്ട്. You may have struggles. നമുക്ക് പോരാട്ടങ്ങളുണ്ട്. You may have financial crisis. നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്. You may have a career debacle. നമ്മുടെ തൊഴിലിനോട് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. You may have struggle of every sort. എല്ലാ തരത്തിലുമുള്ള പോരാട്ടങ്ങൾ You നമുക്കുണ്ട്. may have a relational problem. നമുക്ക് ബന്ധങ്ങളോടുള്ള അനുബന്ധിച്ചും പ്രശ്നങ്ങളുണ്ട്. You may have a psychological issues. പലപ്പോഴും മാനസികമായ പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. All these are part of your character, your entity. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തോടോ അല്ലെങ്കിൽ നമ്മളെന്നുള്ള ആ കാര്യത്തോടോ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. And all these things together leads you for your spiritual life. ഈ കാര്യങ്ങളെല്ലാം കൂടി ആവരിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. But there would be struggles. എന്നാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. You think that there was no problem with as far as Christian life was concerned in the life of Abraham? എബ്രഹാമിന്റെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നമില്ലെന്നാണോ ചിന്തിച്ചിരിക്കുന്നത്? No, he also had a problem. അബ്രഹാമിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Moses had a problem. മോശയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. David had a problem. ദാവീദിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Gideon had a problem. ഏലിയാവിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Everyone had a problem. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. But they all have been named in the list of chapter 11 of Hebrews. അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. And all these things, all this giants have been named even after their struggles walking with the Lord. ഈ വലിയ വിശ്വാസ വീരന്മാരെ കുറിച്ചൊക്കെ തന്നെ അവരുടെ ആ പോരാട്ടങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് അവരുടെ പേര് 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. They all, all their life walked together for good as far as their testimony was concerned. അവരുടെ സാക്ഷ്യവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് സംഭവിച്ചെല്ലാം നന്മയ്ക്കായിട്ട് കൂടി ആവരിച്ചു. Does God only works in that way? ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നുള്ളോ? If that is the case, then what about those people whom author of Hebrews describes in the verse 35 of chapter 11 Hebrews? എബ്രായ ലേഖനം 11:35 എബ്രായ ലേഖന കർത്താവ് പറയുന്ന ആ ആൾക്കാരെ സംബന്ധിച്ചോ അത് ശരിയാണോ? Can we read 35? നമുക്ക് 11:35 വായിക്കാം.
സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. What do you think about these people? ഇവരെ സംബന്ധിച്ച് എങ്ങനെയാണ്? Do you know these are the big chunk of people? ഇത് വലിയൊരു കൂട്ടം ആളുകളാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. Those who have been put in the category of others. മറ്റുള്ളവർ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ ധാരാളം കൂട്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. Others. മറ്റുള്ളവർ. Names are not given. അവരുടെ പേര് തന്നിട്ടില്ല. You know what were they suffering? അവര് എങ്ങനെയായിരുന്നു കഷ്ടത അനുഭവിച്ചത്? They were stoned. അവരെ കല്ലെറിഞ്ഞു. They were peeled off with their skins. അവരുടെ തൊലി ഉരിച്ചു കളഞ്ഞു. They had to move with the skin of animals. അവര് മറ്റു ജീവികളുടെ തോല് ധരിച്ച് നടക്കേണ്ടതായിട്ട് വന്നു. They dwelt in the caves. അവര് പലരും ഗുഹകളിൽ പാർക്കേണ്ടതായി വന്നു. They dwelt in the ditches of the earth. അവര് ഭൂമിയുടെ കുഴികളിൽ പാർക്കേണ്ടി വന്നു. They ran to the hills and the jungles and all those places. അവര് മലകളിലേക്കും കുന്നുകളിലേക്കും ഒക്കെ വനത്തിലേക്കും ഒക്കെ ഓടിപ്പോയി രക്ഷപ്പെടേണ്ടി വന്നു. What would you say to these people that all things have worked together for good for them? അവരെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അവരെ സംബന്ധിച്ചും സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിച്ചോ? എന്തു പറയും? All things work together for. They were standing for the faith. അവര് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുകയായിരുന്നു. But they all died. അവരെല്ലാവരും മരിക്കേണ്ടി വന്നു. That's what it is written, right? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നല്ലേ. വാളാൽ കൊല്ലപ്പെട്ടു. They all died. അവരെല്ലാവരും മരിച്ചു. What would you call these people? അവരെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് വിളിക്കും? That means the phrase all things work together for good does not apply here. ഇവരെ സംബന്ധിച്ച് സകലതും നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ബാധകമല്ലേ? No. അങ്ങനെയല്ല. If you take only the material part, only the worldly part, then this is not fitting or this is not complementing at all. ഭൗതികമായതും ലൗകികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതെ, ഇത് ചിലപ്പോൾ ആ പ്രസ്താവന ചേരുകയില്ല. Then where is the exactly, the word good working for the people of God? അപ്പം പിന്നെ എവിടെയാണ് സകലതും നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്ന വിശ്വാസികൾക്ക്? I'll give an example again. ഞാൻ വീണ്ടും ഒരു ഉദാഹരണം തരാം. Daniel chapter 3 verses 16 and 17. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16ഉം 17ഉം വാക്യങ്ങൾ. ദാനിയേൽ 3:16-17. Now, if you read this, you know the story. Shadrach, Meshach and Abednego. ഈ ഭാഗം വായിച്ചാൽ ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും സംഭവ കഥയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയാം. 16, 17, 18. ആ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. Okay. They were very confident that their God is going to save them from the furnace of fire. അവരുടെ ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. They were sure. അവർക്ക് അതിനെക്കുറിച്ച് ഉറപ്പുണ്ടായിരുന്നു. But interestingly, there is a phrase. എന്നാൽ രസകരമായ കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. Even if രക്ഷിച്ചില്ലെങ്കിലും we will not bow before the statue. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും നിന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വീണ് നമിക്കുകയില്ല. What does that mean? അതെന്താ കാണിക്കുന്നേ? They were ready to be burnt off. അവര് കത്തിക്കപ്പെടുവാനായിട്ട് തയ്യാറായിരുന്നു. They were ready for that. അവരതിന് തയ്യാറായിരുന്നു.
They were sure that we are going to pay the price. നമ്മൾ അതിനുള്ള വില കൊടുക്കാൻ പോവുകയാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. My beloved, this is what is expected of you and me. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. The work together does not merely means the material blessings. എല്ലാം സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് പറയുന്നത് ഭൗതികാനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല. Then what? പിന്നെ എന്തുകൂടെയാണ്? The work together for good means the expression of obedience for God. സകലവും കൂടിയാവരിക്കുന്നു എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ദൈവത്തോടുള്ള അനുസരണത്തെ കുറിച്ചാണ്. Works together for good means the intent of God in your life. എല്ലാം സകലവും കൂടിയാവരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശത്തെ കുറിച്ചാണ്. Whatever happens, I am okay. God, you give me, you don't give me, I am okay. എന്ത് സംഭവിക്കട്ടെ കർത്താവെ, നീ തരികയോ തരാതിരിക്കുകയോ ചെയ്താട്ടെ, അതെല്ലാം എനിക്ക് തൃപ്തിയാണ്. The problem with us is we are somewhere confused in our Christian life. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. I'm a MBA. ഞാൻ MBA പാസ്സായിട്ടുള്ള ആളാണ്. I think that it is my capability that I am through with my MBA. ഞാൻ MBA എടുക്കാൻ ഇടയായത് എന്റെ കഴിവ് കൊണ്ടാണ്. I am working in so and so organization. I think that it is because of my intellect and my capability. ഞാൻ ഇന്ന സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു, അതെന്റെ ബൗദ്ധികമായ കഴിവുകൾ കൊണ്ട് കാരണമാണ് അതിന് കഴിയുന്നത്. I have amassed so much of treasure. It is because of my capability. എനിക്ക് എന്റെ കഴിവുകൾ കൊണ്ടാണ് എനിക്ക് ലഭിക്കുന്നതൊക്കെ ലഭിച്ചിരിക്കുന്നത്. Oh, it is me. It is me alone. I am the one who controls everything. ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. That is what we are confused in our life. ആ കാര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. But somewhere down the line we forget the very simple fact that it is purely, let me underline it, stretch it as best as possible, purely the mercy of God. എന്നാൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കുള്ളതൊക്കെയും ദൈവത്തിന്റെ കൃപ, കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. കരുണ കൊണ്ട് മാത്രമാണ്. I am not worth of all these. ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. But because of His mercy on me, He has given me everything. അവന്റെ എന്നിലുള്ള കരുണ കാരണം എനിക്ക് ഇതൊക്കെ അവൻ നൽകി. He intended me to enjoy that blessing. ഞാൻ ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. He wants me to have those things in order to be a testimony for Him. മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തിന്റെ ഒരു സാക്ഷിയായിരിക്കേണ്ടതിന് ഇതൊക്കെ എനിക്ക് വേണം എന്ന് ദൈവം നിർണയിച്ചു. Good health, നല്ല ആരോഗ്യം, good relationship, നല്ല ബന്ധങ്ങൾ, good testimony, നല്ല സാക്ഷ്യം, good reputation, നല്ല പേര്, so on and so forth. അങ്ങനെയുള്ളതെല്ലാം I never could deserve. ഞാൻ ഇതിനൊന്നും അർഹനല്ല. But not without looking at my filthiness, He has given me the mercy to enjoy. എന്റെ ജീവിതത്തിലെ താണ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് നൽകിയത്. Think of you and me in the situation of Shadrach, Meshach and Abednego. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിന്റെയും അവസ്ഥയിൽ നമ്മളെ തന്നെ ഒന്ന് പ്രതിഷ്ഠിച്ച് ചിന്തിച്ചു നോക്കുക. Think of the situation where we just think that somebody is asking me to bow before the statue. I am protesting. ഒരു വിഗ്രഹത്തിന് മുന്നിൽ നമസ്കരിക്കണമെന്ന് പറയുന്നു, പ്രതിമയുടെ മുമ്പിൽ നമസ്കരിക്കണമെന്ന് പറയുന്നു, ഞാൻ അതിനെതിര് പറയുന്നു. And they are going to throw me in the furnace of fire. അപ്പോഴവരെന്നെ തീയിലേക്ക് എറിയാനായിട്ട് പോവുകയാണ്. I am going to die. ഞാൻ മരിക്കാൻ പോവുകയാണ്. I am going to die. That's it. ഞാൻ മരിക്കാൻ പോവുകയാണ്. അതാണ് I എന്റെ കാര്യം. cannot get rid of the situation. ആ സാഹചര്യം ഒഴിവാക്കാൻ എന്നെ കൊണ്ട് കഴിയാൻ I പോകുന്നില്ല. cannot quench the fire. എനിക്ക് തീ അണയ്ക്കാൻ കഴിയുകയില്ല. I cannot stop those people who are going to throw me. എന്നെ എറിയാൻ പോകുന്നവരെ തടയാൻ എനിക്ക് I കഴിയുകയില്ല. have no energy at all. എനിക്ക് യാതൊരു ശക്തിയുമില്ല. I have no influence at all. എനിക്ക് യാതൊരു സ്വാധീനവുമില്ല. But in that situation, the mercy of God comes down
on the fire and rescues me out. ആ സമയത്താണ് ദൈവത്തിന്റെ കരുണ ആ തീയിലേക്ക് ഇറങ്ങി വരികയും എന്നെ അതിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കുകയും ചെയ്യുന്നത്. My beloved, this is what has happened with you and with me in our Christian life. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ ഇത് തന്നെയാണ് We സംഭവിച്ചിട്ടുള്ളത്. were not worthy of attaining the education, the prosperity at all. നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിന്റെയോ സമ്പൽ സമൃദ്ധിയുടെയോ കാരണക്കാർ നമ്മളല്ല. But it is purely the grace, the mercy of God which came down and has given us, blessed us with. ദൈവത്തിന്റെ കരുണ താഴെ ഇറങ്ങി വന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ലഭിച്ചത്. Now tell me, whom do you boast the most? എന്ന് ഇപ്പൊ എന്നോട് പറയുക, നിങ്ങൾ പ്രശംസിക്കുന്നത് എന്തിലാണ്, Your ആരിലാണ്? bank balance, your education, your reputation, or in the God alone? നിങ്ങളുടെ ബാങ്കിലുള്ള സമ്പാദ്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാനം ഇതിലാണോ അതോ ദൈവത്തിലാണോ? It is purely the intent of God which dwells in me. ആ ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമാണ് എന്നിൽ കുടികൊള്ളുന്നത്. That is why everything what you do turns for good in your life. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതൊക്കെയും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നത്. It may be in the form of a material blessing. അതൊരു പക്ഷേ ഒരു ഭൗതിക നന്മയുടെ രീതിയിലായിരിക്കാം. It may be in the form of a mental blessing. അല്ലെങ്കിൽ മാനസികമായ ഒരു അനുഗ്രഹത്തിന്റെ രീതിയിലായിരിക്കാം. And also it may be in the form of a spiritual blessing. അല്ലെങ്കിൽ അത് ഒരു ആത്മീക അനുഗ്രഹം പോലെ ആയിരിക്കാം. Whatever it turns for good, because God has intended in your life. എന്ത് എന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു അത് ദൈവം അതുപോലെ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. So number one, ഒന്ന്, work together for good does not merely mean the material blessing. നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല. Works together for good means the intent of God, or the expression of obedience of God in your and in my life. നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു എന്ന് പറയുന്നത് എന്നെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശവും അതുപോലെ തന്നെ എന്റെ അനുസരണത്തെയും സൂചിപ്പിക്കുന്നതാണ്. Now third, മൂന്നാമതായിട്ട്, work together. All things work together for good. സകലവും നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു. Why? എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? Why not for the wrong things? എന്തുകൊണ്ട് അത് തിന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നില്ല? Or why not less than good things? അത്രയ്ക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളിൽ എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? Or why not okay things? ഒരുവിധം കൊള്ളാവുന്ന കാര്യങ്ങളിൽ എന്തുകൊണ്ട് കൂടിയാവരിക്കുന്നില്ല? Why? എന്തുകൊണ്ട്? Any idea? എന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? There was a silence in the heaven. സ്വർഗത്തിൽ നിശബ്ദത ഉണ്ടായെന്ന് പറഞ്ഞ പോലായി. Why? എന്തുകൊണ്ട്? സഹോദരിമാർക്കും they can also contribute. സഹോദരിമാർക്കും പറയാവുന്നതാണ് ഉത്തരം. Why all things work together for good? എന്തുകൊണ്ട് സകലവും നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു? Why not for less than good, or so and so good, or little better than good, or little good, or so on and so forth? എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും നന്മയല്ലാത്ത കാര്യത്തിനായിട്ട് കൂടിയാവരിക്കുന്നില്ല? എന്തുകൊണ്ട് സാധാരണമായ അവസ്ഥയിൽ മാത്രം നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുന്നു? Are you able to understand my question? എന്റെ ചോദ്യം മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? Okay. 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 I want to take your attention to the same thing with a different angle. What Saji uncle said. മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് സജിസോരൻ പറഞ്ഞ കാര്യത്തെ ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. Who is good? ആരാണ് നല്ലത്? Are you able to get some clue? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നുണ്ടോ? Who is good? ആരാണ് നല്ലവൻ? Exactly.
God alone. Luke chapter 18 verse, I think verse 19. There Luke- comes a rich man before the Lord Jesus. ലൂക്കോസിന്റെ സുവിശേഷൻ 18-ാം അധ്യായം 19-ാം വാക്യം. അതിന് യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. So this guy says, good master, what should I do to inherit the kingdom of God? ഈ മനുഷ്യൻ വന്ന് യേശുക്രിസ്തുവിനോട് പറയാ, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന്. So Lord is asking him another question. കർത്താവിനോട് മറ്റൊരു Why do you ചോദ്യം. call me good? God is only one who is good. നീ എന്നെ എന്തുകൊണ്ടാണ് നല്ലവൻ എന്ന് പറയുന്നത്? ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളല്ലോ. Lord was trying to poke his thought process. അവന്റെ ചിന്തയെ സജീവമാക്കാൻ കർത്താവ് ചോദിച്ച So ചോദ്യം. if you are saying that you are calling me good, that means you are accepting that I am God. താങ്കൾ എന്നെ നല്ലവനെന്ന് പറയുകയാണെങ്കിൽ ദൈവം എന്നൂടെ അംഗീകരിക്കുകയാണ് ആ കൂട്ടത്തിൽ. Because who is good? Who alone is good? ആര് മാത്രമാണ് നല്ലവനായിരിക്കുന്നത്? God alone is good. ദൈവം മാത്രമേ There നല്ലവൻ. cannot be anything less than good come out of him. അവനിൽ നിന്ന് നന്മയിൽ കുറഞ്ഞ ഒന്നും വരാൻ കഴിയുകയില്ല. There cannot be anything which wrong come out of him. അവനിൽ നിന്ന് തെറ്റൊന്നും വരാനായിട്ട് കഴിയുകയില്ല. There cannot be any evil come out of him. അവനിൽ നിന്ന് ദുഷ്ടതയൊന്നും വരാനായിട്ട് കഴിയുകയില്ല. He cannot be outside good. അവന് നന്മയ്ക്ക് പുറത്തായിരിക്കാനായിട്ട് കഴിയുകയില്ല. And that is why he is called God. അതുകൊണ്ടാണ് ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്നത്. So whatever good thing I have, എനിക്ക് എന്തൊക്കെ നന്മയുണ്ടോ, it is purely because the working of God, the mercy of God. അത് ശുദ്ധമായിട്ടും പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. If I am having some sympathy on somebody and trying to help or trying to support him, the goodness is coming because of the attitude of God which dwells in me. ഞാൻ മറ്റൊരാളെ സഹായിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്നിലൂടെ ആ നന്മ ഉണ്ടാകുന്നതും ദൈവത്തിന്റെ ഗുണവിശേഷം എന്നിൽ വസിക്കുന്നത് കൊണ്ടാണ്. Because if I am in sin, I am in the clutches, in the slavery of Satan. ഞാൻ പാപത്തിലാണെങ്കിൽ ഞാൻ പിശാചിന്റെ അടിമത്തത്തിലാണ്. And there cannot be anything good come out of me. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നിൽ നിന്ന് ഒരു നന്മ ഉണ്ടാകാൻ കഴിയുകയില്ല. I will always have a thought which is against good. എപ്പോഴും നന്മയ്ക്കെതിരെയുള്ള ഒരു ചിന്താസരണിയായിരിക്കും I എനിക്കുള്ളത്. will always be having a wrong kind of thought process in my life. എന്റെ ചിന്താസരണി തന്നെ എല്ലായ്പ്പോഴും തെറ്റ് നിറഞ്ഞതായിരിക്കും. That is why when we sit alone, there are so many negative thoughts dwells in us. അതുകൊണ്ടാണ് നമ്മൾ തന്നെച്ചൊക്കെ ആയിരിക്കും പലപ്പോഴും തെറ്റായ അനേക ചിന്തകൾ നമ്മളിലേക്ക് വരുന്നത്. That is why Paul says, I want to do good, but I cannot do good. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും ചെയ്യുന്നത് തിന്മയാണ് എന്ന്. When we are in this human body, mortal body, there cannot be anything good out of us. നമ്മൾ ഈ മരണത്തിന് അധീനമായ ശരീരത്തിലായിരിക്കുമ്പോൾ ഇതിൽ നിന്ന് നന്മയൊന്നും വരാൻ കഴിയുകയില്ല. Whatever I have good in me because of the mercy of God. എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ കൊണ്ട് എനിക്ക് ലഭിച്ചത് There മാത്രമാണ്. cannot be any quality of me which I can boast as far as me is concerned. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശംസിക്കാവുന്നതായിട്ട് എന്നിൽ ഒരു ഗുണവിശേഷവും ഇല്ല തന്നെ. Whatever good thing I have is because of God. എന്നിലുള്ള നന്മകളൊക്കെ തന്നെ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. So now tomorrow I go and help, I show some sympathy, I go an attitude of sensitivity. It is all because of the goodness of God which God has given me. ഞാൻ മറ്റൊരാളോട് സഹാനുഭൂതി കാണിച്ചെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ പറയാൻ ഒരു സാധ്യതയുമില്ല. അതെല്ലാം എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. Because God works through me. God works through me. കാരണം ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു. I am no one. ഞാൻ ആരുമല്ല. And most of the time we forget the fact that God is absent even in my thought process. പലപ്പോഴും നമ്മുടെ ചിന്തയിൽ തന്നെ പലപ്പോഴും ദൈവം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നു. It is God who is controlling. എന്നെ നിയന്ത്രിക്കേണ്ടത് ദൈവമാണ്. My beloved, പ്രിയപ്പെട്ടവരെ, think how much we owe to God as a believer. നമ്മള് ദൈവത്തിനോട് എത്രയധികം കടംപെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. Our dependency, ആശ്രയത്വത്തിന്റെ കാര്യത്തിൽ, our living lifestyle,
നമ്മുടെ ജീവിത രീതിയുടെ കാര്യത്തിൽ, our thought process, നമ്മുടെ ചിന്തയുടെ കാര്യത്തിൽ, whatever we have amassed, നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചിരിക്കുന്നു അതൊക്കെ, everything depends on God. എല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമാണ്. We are nothing before God. നമ്മൾ ദൈവത്തിന് മുന്നിൽ ഒന്നുമല്ല. Whatever, however, in whatever capacity we boast in a Christian life, we are nothing before God. നമ്മൾ ഏതൊക്കെ ക്രിസ്തീയ അവസ്ഥയിൽ പ്രശംസിക്കുന്നുവോ ആ സമയങ്ങളിലൊക്കെ തന്നെ, ആ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ദൈവത്തിൽ അല്ലാതെ ഒന്നും അവകാശപ്പെടാനില്ല. Working together for good does not merely means the material blessings. എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത്. Working together for good means the intent of God in your life, the expression of obedience in the God what you have. സകലവും നന്മയ്ക്കായിട്ട് കൂടിയാവരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശവും ആ ഉദ്ദേശത്തോടനുബന്ധിച്ച് നമ്മുടെ അനുസരണവും ഉൾപ്പെട്ടിരിക്കുന്നു. And third, working together, all things work together for good because God is good in you. സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് പറയുന്നതിന്റെ സാരം എന്ന് പറയുന്നത് നല്ലവനായ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. You know, when Jesus Christ came in this world as a human being, കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോൾ, do you think he was outside of the goodness of God? അവൻ ദൈവത്തിന്റെ നന്മയ്ക്ക് പുറത്തായിരുന്നു എന്ന് ചിന്തിക്കുന്നുവോ? No. ഇല്ല. He depended night and day, moment by moment on his Father. അവന് തന്റെ പിതാവില് ഓരോരോ നിമിഷങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. The gospel says his will was to do the will of God. കർത്താവ് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ ഹിതമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം അനുസരിക്കുക എന്നുള്ളതായിരുന്നു. He loved chewing and digesting the word of God instead of depending on the bread of life. അവന് ഈ ഭൗതികമായ അപ്പം കഴിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ വചനം ആസ്വദിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്നതിലാണ് സന്തോഷം കണ്ടെത്തിയത്. My beloved, this is why Paul says, consider him. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവനെ പരിഗണിക്കുക എന്ന്. We may have problem in this world. ഈ ലോകത്തിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. But you know what? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? Consider him. അവനെ പരിഗണിക്കുക. Why? എന്തുകൊണ്ട്? We'll see that. നമുക്ക് അതിലേക്ക് പോകാം. Hebrews chapter 12 and verse 2. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. എബ്രായർ 12:2. Consider him for what? Because he looked beyond the life he lived. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയുടനായ യേശുവിനെ നോക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? അവൻ നമ്മുടെ ജീവിതത്തിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കരുതുന്നവനാണ്. That is what it is written, right? അതല്ലേ എഴുതിയിരിക്കുന്ന, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയുടനായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷവർക്ക് അവൻ അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവം The joy kept before him beyond the life he enjoyed, he endured everything in this world. അവൻ തന്റെ മുന്നില് സന്തോഷം വെച്ചിട്ട് ജീവിതത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയി. My beloved, this should be our passion. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം നമ്മുടെ ഈ ആവേശം. Depending on the Lord. ദൈവത്തിൽ ആശ്രയിക്കുക. Because there is a joy beyond this life. ഈ ജീവിതത്തിനപ്പുറമായിട്ട് ഒരു സന്തോഷം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. God is going to look us not in this world alone, but beyond the world. ദൈവം നമ്മളെ നോക്കുന്ന ഈ ലോകത്തിൽ മാത്രമല്ല, ഇതിനപ്പുറമായിട്ടുള്ള ലോകത്തിലാണ്. So how important we are. നമ്മൾ എത്ര പ്രാധാന്യമുള്ളവരാണ്. So let's depend on him. Let's enjoy his presence. Let's enjoy his grace, his mercy, what he ponders upon us day by day. നമുക്ക് അവനിൽ തന്നെ ആശ്രയിക്കാം. അവന്റെ കൃപയിൽ, അവന്റെ കരുണയിൽ നമുക്ക് അങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകാം. All things work together for good. എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കും. God bless us. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.